ഇന്ത്യക്ക് ഇന്ന് 28 സംസ്ഥാനങ്ങളും 700-ലധികം ജില്ലകളുമുണ്ടല്ലോ. പക്ഷെ ഇന്റർനെറ്റോ ഫോണോ അങ്ങനത്തെ ഒരു ഗതാഗത സൗകര്യങ്ങളോ ഇല്ലാത്ത, അതായത് ഒരു 500 വർഷങ്ങൾക്ക് മുൻപുള്ള കാലം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അന്ന് ഇതിന് സമാനമായ ഒരു ഭീമൻ ഭരണ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കും മുഗൾ സാമ്രാജ്യത്തിന്റെ അവിശ്വസനീയമായ ആ ഒരു അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഡീപ് ഡൈവിൽ സംസാരിക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ചരിത്രം പഠിക്കുന്ന പലരും ഈ മുഗൾ രാജാക്കന്മാരുടെ പേരുകൾക്കും യുദ്ധങ്ങൾക്കുമൊക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ, അതവർ ഉണ്ടാക്കിയെടുത്ത ഈ ഭരണ സംവിധാനത്തിന് നൽകാറില്ല എന്നതാണ് സത്യം. ശരിയാണ്, ആരും അതിനെപ്പറ്റി അധികം ചിന്തിക്കാറില്ല. തീർച്ചയായും. എന്നാൽ നമ്മൾ ഇന്നും പിന്തുടരുന്ന ഈ സംസ്ഥാനം, ജില്ല എന്നൊക്കെയുള്ള ഭരണക്രമത്തിന്റെ യഥാർത്ഥ അടിത്തറ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോ ഈ രാജാക്കന്മാരുടെ കാലഘട്ടം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രിക്ക് ഉണ്ടല്ലോ, ഭാഡ്സ എന്ന് പറയും. BHAJSA. ബാബർ, ഹുമായൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, പിന്നെ ഔറംഗസേബ്. കൃത്യം. പെട്ടെന്ന് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കോഡാണിത്. അതെ. എന്നാൽ ഇതിൽ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയൊരു കാര്യം ഈ ഹുമയൂണിന്റെ ഭരണത്തിലെ ആ ഒരു വലിയ ഇടവേളയാണ്. അതായത് അദ്ദേഹം 1530 മുതൽ 40 വരെ ഭരിച്ചു, പിന്നെ ഒരു നീണ്ട 15 വർഷത്തെ ഗ്യാപ്പ്. അതിനുശേഷം 1555 വീണ്ടും അധികാരത്തിൽ വരുന്നു. ആ ഗ്യാപ്പ് വെറുതെ ഒരു കാലയളവല്ല കേട്ടോ. ആ 15 വർഷമെന്ന് പറയുന്നത് ശരിക്കും മുഗൾ സാമ്രാജ്യം തന്നെ ഏതാണ്ട് ഇല്ലാതായി പോയേക്കാവുന്നൊരു സമയമായിരുന്നു. ഓഹോ, അത്രയ്ക്ക് വലിയൊരു പ്രതിസന്ധിയായിരുന്നോ അത്? അതെ അതെ. കാരണം ബാബറും ഹുമയൂണും സാമ്രാജ്യം സ്ഥാപിക്കാനും അത് നിലനിർത്താനുമുള്ള വലിയ അതിജീവന പോരാട്ടങ്ങളിലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് സുസ്ഥിരമായൊരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. മനസ്സിലായി. അപ്പൊ യുദ്ധം ചെയ്യാൻ മാത്രമേ അവർക്ക് സമയം കിട്ടിയുള്ളൂ അല്ലേ? അത് തന്നെ. ഈയൊരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് അക്ബറിന്റെ പ്രാധാന്യം നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത്. വെറുതെ വാളെടുത്ത് യുദ്ധം ചെയ്താൽ മാത്രം പോരാ എന്ന് അക്ബർ തിരിച്ചറിഞ്ഞു. സാമ്രാജ്യം ദീർഘകാലം നിലനിർത്താൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കൃത്യമായൊരു സിസ്റ്റം വേണം. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കടന്നുവരുന്നതെന്ന് തോന്നുന്നു. ഈ സുബ, സർക്കാർ, പർഖാന, ഗ്രാമം എന്നൊക്കെ പറയുന്നത്. അതെ, ആ ഒരു ഘടനയെക്കുറിച്ച് തന്നെ. ഇതിപ്പോ ഒരു പിരമിഡ് പോലെയാണെന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിലും എനിക്കിതൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ഫ്രാഞ്ചൈസി മോഡൽ പോലെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥ പോലെ. വളരെ നല്ലൊരു താരതമ്യമാണത്. ആ നാഡീവ്യവസ്ഥയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പടിയാണ് സുബ എന്ന് പറയുന്നത്. ഈ സുബ ഇന്നത്തെ സംസ്ഥാനങ്ങൾക്ക് തുല്യമാണ്. അപ്പോ ഒരു സുബേദ തലവനാരായിരുന്നു? സുബേദാർ അഥവാ ഗവർണറായിരുന്നു തലവൻ. സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും നികുതികളുമൊക്കെ കേന്ദ്രത്തിലേക്ക് കൃത്യമായി എത്തിച്ചിരുന്നത് ഇവരാണ്. ആഹാ. അപ്പോൾ ഈ സുബകളെ വീണ്ടും വിഭജിച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ജില്ലകളെ പോലെയുള്ള സംവിധാനത്തെയാണ് അവർ സർക്കാർ എന്ന് വിളിച്ചിരുന്നത് അല്ലേ? കൃത്യം. സർക്കാരിന് താഴെയാണ് പർഗാനകൾ വരുന്നത്. ഈ പർഗാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ താലൂക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ പോലെ ഒന്നായിരിക്കാം, ശരിയല്ലേ? കുറച്ചു ഗ്രാമങ്ങളെ ഏകോപിപ്പിക്കാൻ. അതെ അതെ. എന്നാൽ ഇതിലെ ഏറ്റവും ബുദ്ധിപരമായ തന്ത്രമൊഴിഞ്ഞിരിക്കുന്നത് ഇതിനും താഴെയാണ്. അതായത് ആ വ്യവസ്ഥയുടെ അടിസ്ഥാന തറയായ ഗ്രാമങ്ങളിൽ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഗ്രാമങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരുന്നോ? തീർച്ചയായും. ഗ്രാമങ്ങളുടെ ഭരണം ദില്ലിയിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർക്കല്ല അവർ നൽകിയത്, മറിച്ച് അവിടെ തന്നെയുള്ള പ്രാദേശിക ഗ്രാമത്തലവന്മാർക്കായിരുന്നു. അവരെ മുഖദ്ദം അല്ലെങ്കിൽ പട്ടേൽ എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. അതൊരു ഒന്നാന്തര നീക്കമായിരുന്നു കേട്ടോ. കാരണം ഗ്രാമങ്ങളിലെ നികുതി പിരിക്കാനും അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനും നാട്ടുകാർക്ക് തന്നെ അറിയാവുന്ന ഒരാൾ വരുമ്പോ ജനങ്ങൾക്ക് പെട്ടെന്ന് എതിർക്കാൻ കഴിയില്ലല്ലോ. കൃത്യമായി പറഞ്ഞു. ചെറിയ തോതിലുള്ള പ്രാദേശിക കലാപങ്ങൾ പോലും മുളയിലെ നുള്ളാൻ ഇതിലൂടെ അവർക്ക് കഴിഞ്ഞു. അധികാരമെന്നത് മുകളിൽ മാത്രം കേന്ദ്രീകരിച്ചു നിർത്താതെ താഴെത്തട്ടിലേക്ക് വിഭജിച്ചു നൽകുന്നതാണ് മികച്ച ഭരണതന്ത്രം. ശരിയാണ്. ഇതൊരു പരീക്ഷാ വീക്ഷണത്തിൽ നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ? അതെ. PSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനമാണ്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ 3 സാധ്യതാ ചോദ്യങ്ങൾ പറയാം. മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രദേശം ഏതാണ്? അത് സുബ ആണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത്. രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ ജില്ലകൾക്ക് സമാനമായ വിഭാഗം ഏതായിരുന്നു? ഉത്തരം സർക്കാർ. ഇനി മൂന്നാമത്തേത്,
ഗ്രാമത്തലവന്മാരന്ന് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അത് മുഗദ്ദം അഥവാ പട്ടേലാണ്. വെരി ഗുഡ്. ഇത് ശരിക്കും വെറുമൊരു കാണാപാഠം പഠിക്കലല്ല. ഇന്ത്യയുടെ ഭരണചരിത്രത്തിന്റെ അടിസ്ഥാനം നാം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണത്. തീർച്ചയായും. ഇത് കേവലം അക്ഷരങ്ങൾ കൂട്ടിവായിക്കലല്ല, ഇന്നത്തെ കാലവുമായി താരതമ്യം ചെയ്തു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതെ. അപ്പോ ഈ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി നിങ്ങളെ മുന്നിൽ ബാക്കി വയ്ക്കാം. ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഈ ഭീമൻ ഭൂപ്രദേശത്തെ മുകളിൽ സുബ മുതൽ താഴെ ഗ്രാമം വരെ കൃത്യമായി കൂട്ടിയിണക്കിയ ഈ ശൃംഖല ഇല്ലായിരുന്നെങ്കിൽ മുഗൾ സാമ്രാജ്യം ഇത്രകാലം നിലനിൽക്കുമായിരുന്നോ? നല്ലൊരു ചോദ്യമാണത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പുതിയ അറിവുകളുമായി മറ്റൊരു